അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരാമെന്ന് അരുളി ചെയ്തവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായി ലൂക്കോസ് എഴുതിയ സുവിശേഷം 23-ാം അധ്യായം 34-ാം വാക്യം നമുക്ക് വായിക്കാം. എന്നാൽ യേശു, പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്നറിയായിക കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞു. അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദവാക്യമാണ് നാം കേട്ടത്. മറ്റുള്ളവരോട് കരുണ കാണിക്കുകയും ക്ഷമിക്കുകയും ചെയ്യുവാൻ വലിയ ശക്തി നമുക്ക് ആവശ്യമാണ്. ദൈവത്തിൻ്റെ പ്രതിയോഗിയായ സാത്താൻ നമ്മുടെ ഹൃദയം കൈവശമാക്കുന്നതിന് ചെയ്യുന്ന ബാലിശമായ പ്രവൃത്തി മറ്റുള്ളവരോട് ഏതു വിധേനയും വൈരാഗ്യത്തിലും വെറുപ്പിലും നമ്മെ ഇരുത്തുക എന്നതാണ്. ഹൃദയത്തിൽ വെറുപ്പും വിദ്വേഷവും ഉണ്ടെങ്കിൽ അവിടെ ദൈവാത്മാവിന് വസിക്കുവാൻ കഴിയുകയില്ല. അതുകൊണ്ടാണ് നിങ്ങൾ ആരും സഹോദരന് നേരെ ഹൃദയത്തിൽ ദോഷം ചിന്തിക്കരുതെന്ന് ദൈവം നമ്മോട് സഖറിയാ പ്രവചനം 8-ാം അധ്യായം 17-ാം വാക്യത്തിൽ കൂടി കൽപ്പിക്കുന്നത്. യേശു ഭൂമിയിൽ ജനിച്ചതും ക്രൂശിക്കപ്പെട്ട് മരിച്ച് ഉയർത്തെഴുന്നേറ്റതും മരിച്ചവരെ ഉയർപ്പിച്ചതും രോഗികളെ സൗഖ്യമാക്കിയതുമെല്ലാം പ്രവാചകന്മാരുടെ എഴുത്തുകളിൽ തന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നതെല്ലാം നിവൃത്തി വരുത്തേണ്ടതിനായിരുന്നു. യേശുവിനെ കൊല്ലുവാൻ ആർക്കും കഴിയുമായിരുന്നില്ല. കാരണം പിതാവിന് തന്നിൽ തന്നെ ജീവനുള്ളതുപോലെ പുത്രനും തന്നിൽ തന്നെ ജീവൻ ഉള്ളവൻ ആകുമാറ് വരം നൽകിയിരിക്കുന്നുവെന്ന് യേശു യോഹന്നാൻ എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 26-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു. എൻ്റെ ജീവനെ ആരും എന്നിൽ നിന്നും എടുത്തു കളയുന്നില്ല. അതിനെ കൊടുക്കുവാൻ എനിക്ക് അധികാരമുണ്ട്, അതിനെ തിരികെ പ്രാപിക്കുവാനും എനിക്ക് അധികാരമുണ്ട് എന്ന് യോഹന്നാൻ എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 18-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. യേശു പറഞ്ഞ ഈ വാക്കുകൾക്ക് നിവൃത്തി എന്നോണം കാൽവരി ക്രൂശിൽ അവൻ പിതാവിനോട് പറയുകയാണ്, പിതാവേ, എൻ്റെ ആത്മാവിനെ തൃക്കൈയിൽ ഫരമേൽപ്പിക്കുന്നു. ലൂക്കോസ് എഴുതിയ സുവിശേഷം 23-ാം അധ്യായം 46-ാം വാക്യത്തിൽ ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നു. അത് യേശു മരിച്ചതോ കൊല്ലപ്പെട്ടതോ അല്ല. മനുഷ്യവർഗത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരയാഗമായി അവൻ്റെ അവസാന തുള്ളി രക്തവും ഊറ്റിത്തന്നതിന് ശേഷം അവൻ തൻ്റെ ആത്മാവിനെ പിതാവിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തതാണ്. മറ്റനേക ക്രൂശുമരണം റോമൻ പടയാളികൾ കണ്ടിട്ടുണ്ട്. സാധാരണയായി കുരിശിൽ കിടന്ന് മരിക്കാത്തവരുടെ മുഴങ്കാലുകൾ ഒടിച്ചിട്ട് അവർ ഓടിപ്പോകുന്നില്ല എന്ന് ഉറപ്പ് വരുത്തുകയും അവർ അവിടെ കിടന്ന് മരിക്കുന്നതുവരെ പട്ടാളക്കാർ കാവലിരിക്കുകയും ചെയ്യും. ചിലപ്പോൾ 1-2 ദിവസങ്ങൾ മരിക്കാതെ കിടക്കും എന്ന് പറയപ്പെടുന്നു. കഴുകുകൾ വന്ന് ജീവനുള്ള കുറ്റവാളികളുടെ ശരീരം ഭക്ഷിക്കുന്ന കാഴ്ചകളും പടയാളികൾ കണ്ടിട്ടുണ്ട്. മരിക്കുന്നതുവരെയും ക്രൂശിക്കപ്പെടുന്ന വ്യക്തികൾ കഠിന വേദന അനുഭവിക്കേണ്ടി വരും. അപ്പോഴെല്ലാം അവർ മറ്റുള്ളവരെയും പടയാളികളെയും ശപിച്ചുകൊണ്ടേയിരിക്കും. അപ്രകാരമുള്ള വാക്കുകൾ മാത്രം കേട്ട് തഴമ്പിച്ച കാതുകൾക്ക് ഇപ്പോഴിതാ ആശ്വാസത്തിൻ്റെ വാക്കുകൾ കേൾക്കുവാൻ ഇടവന്നിരിക്കുന്നു. ആ വാക്കുകളാണ് ഇരുകള്ളന്മാരുടെ നടുവിൽ സ്വന്തം തോളിൽ തലചായ്ച്ച് കിടന്നുകൊണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും പാപത്തിൻ്റെയും ശാപത്തിൻ്റെയും ശിക്ഷ ഏറ്റുവാങ്ങിയ യേശു തൻ്റെ പിതാവിനോട് പ്രാർത്ഥിച്ച പ്രാർത്ഥനാ ശബ്ദമായ, പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ അറിയായ്ക കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്ന പ്രാർത്ഥന. നിങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് നിങ്ങൾ ക്ഷമിക്കണമെന്ന് പഠിപ്പിക്കുകയും തന്നോട് തെറ്റ് ചെയ്തവരോട് തന്നെ ക്രൂശിച്ചവരോടും ക്ഷമിക്കുകയും ചെയ്ത സ്നേഹനിധിയാണ് കർത്താവായ യേശു ക്രിസ്തു. ഇപ്രകാരം ക്ഷമിക്കുന്ന മറ്റൊരു ശക്തിയും യേശുവല്ലാതെ ഇല്ല. ലോകപ്രകാരം നോക്കിയാൽ മറ്റുള്ളവരോട് ക്ഷമിക്കുന്നത് കഴിവ് കുറവാണെന്നോ നാണക്കേടാണെന്നോ ഒക്കെ തോന്നിയേക്കാം. അങ്ങനെ തോന്നിപ്പിക്കുന്നത് സാത്താനാണെന്ന് നാം മനസ്സിലാക്കണം. വർഷങ്ങൾക്ക് മുമ്പ് ഒരു സംഭവത്തെക്കുറിച്ച് ഞാൻ കേട്ടത് ഇപ്രകാരമാണ്. 2 വ്യക്തികൾ തമ്മിൽ തർക്കമുണ്ടായി. തർക്കം നടക്കുമ്പോൾ അവർ വഴക്കുണ്ടാക്കുവാൻ തുടങ്ങി. ഒരുത്തൻ മറ്റേ വ്യക്തിയെ കയ്യിൽ കിട്ടിയ ഇരുമ്പ് വടി ഉപയോഗിച്ച് ഒരു അടി കൊടുത്തു. മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് മിടുക്കനാകുവാനും പ്രതിയോഗിയെ എളുപ്പത്തിൽ തോൽപ്പിക്കുവാനും ചെയ്തതാണ്. എന്നാൽ സ്ഥാനത്ത് അടി ലഭിച്ച വ്യക്തി അവിടെ കിടന്ന് ഒന്ന് പിടഞ്ഞു. അപ്പോൾ തന്നെ മരണപ്പെട്ടു. അടിച്ച വ്യക്തി ഒളിക്കുവാനായി ഓടിയ ഓട്ടം ഒന്ന് കാണേണ്ടത് തന്നെയായിരുന്നു. എത്ര വർഷം ആ വ്യക്തി ജയിലിൽ കിടന്ന് കഷ്ടത അനുഭവിച്ചു എന്ന് നമുക്കറിയില്ല. ഒന്ന് ക്ഷമിച്ചിരുന്നെങ്കിൽ ആ വ്യക്തി ഒരു കൊലയാളിയാകുമായിരുന്നില്ല. വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ സ്നേഹിതനെ ഒരാൾ വളരെ മോശമായ വാക്കുകൾ പറഞ്ഞ് അപമാനിക്കുകയാണ്. എല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, നീ എന്തുകൊണ്ടാണ് ഒന്നും മിണ്ടാതെ നിന്നത്? ആ പ്രിയപ്പെട്ടവൻ എന്നോട് പറഞ്ഞത് ക്ഷമ ആട്ടുസൂപ്പിൻ്റെ ഫലം ചെയ്യുമെന്നാണ്. ഒന്ന് ക്ഷമിച്ചാൽ എത്രയോ പ്രശ്നങ്ങൾ നീങ്ങിപ്പോകും. ഒരു മനഃശാസ്ത്രജ്ഞൻ പറഞ്ഞ കാര്യം ഞാനിവിടെ പ്രസ്താവിക്കുകയാണ്. എൻ്റെ ആശുപത്രിയിൽ ഒത്തിരി രോഗികളുണ്ട്. ഞാൻ അവരെ പഠിച്ചപ്പോൾ അവർക്ക് കാര്യമായ ഒരു രോഗവുമില്ല എന്ന് കണ്ടെത്തി. ക്ഷമിക്കുവാൻ കഴിഞ്ഞിരുന്നെങ്കിൽ 75% രോഗികൾക്കും ഇന്ന് തന്നെ അവരുടെ ഭവനങ്ങളിലേക്ക് മടങ്ങിപ്പോകാമായിരുന്നു. എന്നാൽ അവർക്ക് ക്ഷമിക്കുവാൻ കഴിയുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്.
അതിൽ നിന്നും നാം മനസ്സിലാക്കേണ്ടുന്ന ഒരു യാഥാർത്ഥ്യം, നമ്മുടെ കഴിവ് കൊണ്ട് നമുക്ക് ചെറിയൊരു തെറ്റുപോലും ക്ഷമിക്കുവാൻ കഴിയുകയില്ല. എന്നാൽ യേശുവിൻ്റെ ആത്മാവ് നമ്മിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ക്ഷമിക്കാതിരിക്കുവാനും കഴിയുകയില്ല. കാരണം അവൻ സ്നേഹമാണ്. മറ്റുള്ളവരോട് നാം കയ്പായിരുന്നാൽ സാത്താൻ നമ്മുടെ ഹൃദയത്തിൽ കൂടാരമടിക്കും. പിന്നെ നമ്മുടെ ഹൃദയത്തിൽ വെറുപ്പും വിദ്വേഷവും വൈരാഗ്യവുമേ ഉണ്ടാകൂ. അതുകൊണ്ടാണ് നാം എല്ലാവരോടും ക്ഷമിക്കണമെന്ന് യേശു പഠിപ്പിച്ചതും യേശു എല്ലാവരോടും ക്ഷമിച്ചതും. സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്. അവൻ്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലോ. 2 കൊരിന്ത്യർ 2-ാം അധ്യായം 11-ാം വാക്യത്തിലാണ് ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. സാത്താൻ്റെ വലിയ തന്ത്രമാണ് നമ്മുടെ ഹൃദയത്തിൽ കയ്പ് കുത്തി നിറയ്ക്കുക എന്നത്. ഒരു ചൊല്ല് നാം കേട്ടിട്ടുള്ളത് ഓർക്കുന്നുണ്ടല്ലോ, വെടക്കാക്കി തനിക്കാക്കുക എന്ന് പറഞ്ഞാൽ നല്ല മനുഷ്യരെ മോശം മനുഷ്യരാക്കി തീർത്തുകൊണ്ട് സാത്താൻ്റെ അടിമയാക്കുക എന്ന് സാരം. സാത്താൻ്റെ ഈ തന്ത്രം മനസ്സിലാക്കി നാം എല്ലാവരോടും ക്ഷമിക്കുന്നവരും കരുണ കാണിക്കുന്നവരുമായി തീർന്നാൽ നമ്മുടെ സ്വർഗീയ പിതാവ് സന്തോഷിക്കുകയും അവൻ നമ്മുടെ ഹൃദയം സ്വർഗീയ സന്തോഷത്താൽ നിറയ്ക്കുകയും ചെയ്യും. വിദ്യാഭ്യാസവും സൗന്ദര്യവും സമ്പത്തും ഉന്നത ജോലികളുമുള്ള 2 വ്യക്തികൾ, ഒരു പുരുഷനും ഒരു സ്ത്രീയും തമ്മിൽ വിവാഹം കഴിഞ്ഞു. 2 പേരുടെയും കുടുംബത്തിൽ ധാരാളം സ്വത്തുള്ളവരാണ്. സഹോദരിയുടെ ഭവനത്തിൽ 4 സഹോദരന്മാരും അപ്പനും അമ്മയുമുണ്ട്. ഇരുവരും വളരെ സന്തോഷകരമായൊരു കുടുംബജീവിതം ആരംഭിച്ചു. ഒരു ദിവസം രാത്രിയിൽ അവർ തമ്മിൽ ചെറിയ പിണക്കമുണ്ടായി. ദേഷ്യം വന്ന ഭർത്താവ് ഭാര്യയെ ഒരു അടി കൊടുത്തു. അടി കൊണ്ട ഭാര്യ അന്ന് രാത്രി തന്നെ തൻ്റെ ബാഗ് എടുത്തുകൊണ്ട് സ്വന്തം വീട്ടിലേക്ക് പോയി. ഭർത്താവും ഭാര്യയും വളരെ ചെറുപ്പമാണ്. 2 പേർക്കും ആവശ്യത്തിന് വാശിയുണ്ട്. എങ്കിലും തൻ്റെ സ്നേഹനിധിയായ ഭാര്യയെ അടിച്ച മനോപ്രയാസം മൂലം അവളുടെ ഭർത്താവിൻ്റെ സ്വസ്ഥത നഷ്ടപ്പെട്ട് അവളോട് മാപ്പ് ചോദിക്കുവാൻ അവളുടെ ഭവനത്തിൽ ചെന്നു. എന്നാൽ മാപ്പ് ചോദിക്കുവാൻ ചെന്ന ആ യൗവനക്കാരനെ അവൻ്റെ ഭാര്യ തൻ്റെ ഭവനത്തിൽ വെച്ച് തൻ്റെ പിതാവിൻ്റെയും മാതാവിൻ്റെയും ദൃഢഗാത്രന്മാരായ സഹോദരന്മാരുടെയും മുമ്പിൽ വെച്ച് നിന്ദിക്കുകയും പരിഹസിക്കുകയും ചെയ്ത് തിരിച്ചയച്ചു. ഭാര്യയുടെ ഭവനത്തിൽ കയറുവാൻ പോലും ആ യൗവനക്കാരൻ സമ്മതിച്ചില്ല. ആ യൗവനക്കാരൻ തനിക്ക് മാപ്പ് ചോദിക്കുവാൻ പോലുമുള്ള അവസരം ലഭിക്കാതിരുന്നതിനാൽ പ്രാണവേദനയിലായി അവിടെ നിന്നും പോയത് മദ്യശാലയിലേക്കായിരുന്നു. വർഷങ്ങൾ പലത് കടന്നുപോയി. ആ യുവ സഹോദരിയായ അവൻ്റെ ഭാര്യയുടെ 4 സഹോദരന്മാരും വിവാഹം കഴിച്ച് കുടുംബങ്ങളും കുഞ്ഞുങ്ങളുമായി സന്തോഷത്തോടെ ജീവിക്കുവാൻ തുടങ്ങി. അവരുടെ മാതാവും പിതാവും പ്രായാധിക്യം മൂലം രോഗികളായി മരിച്ചു. ഈ സഹോദരി ആരുടെയും സ്നേഹമോ പരിചരണമോ ഇല്ലാതെ കഷ്ടപ്പെട്ടു. അവളുടെ ഭർത്താവിൻ്റെ സ്നേഹം അപ്പോൾ മാത്രമാണ് അവൾ ഓർക്കുവാൻ തുടങ്ങിയത്. സ്വന്തം മകളെ സ്നേഹിക്കുന്നത് പോലെയായിരുന്നു ഈ പെൺകുട്ടിയെ അവരുടെ ഭർത്താവ് സ്നേഹിച്ചിരുന്നത്. അതുകൊണ്ടാണ് ചെറിയ ഒരു അടി കൊടുത്തത്. തൻ്റെ തെറ്റുകൊണ്ടായിരുന്നു തൻ്റെ ഭർത്താവ് തന്നെ അടിച്ചതെന്ന യാഥാർത്ഥ്യം അവൾ മനസ്സിലാക്കി. വർഷങ്ങൾ അപ്പോഴേക്ക് മുന്നോട്ട് പോയിരുന്നു. ഒരു ദിവസം ഒരു സുവിശേഷക അവളോട് യേശുവിനെക്കുറിച്ച് സുവിശേഷം അറിയിച്ചു. അവൾ രക്ഷിക്കപ്പെട്ടു, സ്നാനമങ്ങി. അപ്പോഴാണ് തനിക്ക് പറ്റിയ തെറ്റ് അവൾക്ക് മനസ്സിലായത്. ഭർത്താവിൽ നിന്നും സംഭവിച്ച ചെറിയ ഒരു തെറ്റ് അവൾക്ക് ക്ഷമിക്കുവാൻ കഴിയാതിരുന്നതിനാൽ നല്ലൊരു കുടുംബജീവിതം താൻ നഷ്ടപ്പെടുത്തിയല്ലോ എന്നോർത്ത് അവൾ കരയുവാൻ തുടങ്ങി. അവൾ തൻ്റെ സ്നേഹവാനായ ഭർത്താവിനെ അന്വേഷിച്ചിറങ്ങി. ഒടുവിൽ അവളുടെ അന്വേഷണം ചെന്നെത്തിയത് സെൻട്രൽ ജയിലിലായിരുന്നു. താനും തൻ്റെ മാതാപിതാക്കളും 4 സഹോദരന്മാരും ഒരുമിച്ച് ഭീഷണിപ്പെടുത്തിയും അപമാനിച്ചും പറഞ്ഞയച്ച ആ യൗവനക്കാരൻ തനിക്ക് മാപ്പ് ലഭിക്കാതിരുന്നതിനാൽ കഠിനമായ മനോവ്യതയിൽ തികഞ്ഞ ഒരു മദ്യപനായി, പൂർണ്ണസമയ മദ്യപനായ അയാൾ ഒടുവിൽ ഒരു കൊലയാളിയായി തീർന്നു. ഇപ്പോഴിതാ എല്ലാവരാലും വെറുക്കപ്പെട്ടവനായി സെൻട്രൽ ജയിലിൽ ജീവപര്യന്തം ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. നാം ഒന്ന് ക്ഷമിച്ചാൽ നാമും നമ്മുടെ മാപ്പ് ലഭിക്കുന്നവരും രക്ഷിക്കപ്പെടുമെന്ന് നാം മനസ്സിലാക്കണം. ആ യാഥാർത്ഥ്യമാണ് യേശു കാൽവരി ക്രൂശിൽ നമുക്ക് കാണിച്ചു തന്നത്. അവൻ്റെ കാൽ ചുവട് പിന്തുടരുവാൻ നല്ലൊരു മാതൃക യേശു വെച്ചേച്ചു പോയിരിക്കുന്നു. നാം വാസ്തവമായി ആ പാത പിന്തുടർന്നാൽ അതാണ് ജീവൻ്റെ മാർഗം, നീതിയുടെ മാർഗമാണത്. ആ മാർഗത്തിൽ മാത്രമേ ജീവനുള്ളൂ. ആ മാർഗത്തിൽ ഒളിച്ചിരിക്കുവാൻ സാത്താന് കഴിയുകയില്ല. നാം ഉപവസിച്ചാൽ ഓർക്കുക, സാത്താനും അതിന് കഴിയും. അവൻ എന്നും ഉപവാസത്തിലാണല്ലോ. നാം പ്രാർത്ഥിച്ചാൽ അതിന് സാത്താനും കഴിയും. സാത്താൻ പ്രാർത്ഥിച്ചിട്ട് മറുപടി ലഭിച്ച് പന്നിക്കൂട്ടത്തിലേക്ക് കടന്നത് നാം കണ്ടതല്ലേ. നാം സഭയിൽ പോയാൽ സാത്താനും സഭയിൽ പോകും. യോബിൻ്റെ വിഷയത്തിൽ സാത്താൻ ദൈവസന്നിധിയിൽ ചെന്നതല്ലേ. എന്നാൽ നാം മറ്റുള്ളവരോട് ക്ഷമിച്ചുകൊണ്ട് ഉപവസിക്കുകയും ക്ഷമിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയും ക്ഷമിച്ചുകൊണ്ട് സഭയിൽ പോയി ആരാധിക്കുകയും ചെയ്താൽ നമ്മുടെ
അനേക മൈലുകൾ അടുത്തുപോലും സാത്താന് വരുവാൻ കഴിയുകയില്ല. ഈ യാഥാർത്ഥ്യം നാം മനസ്സിലാക്കണം. ആകയാൽ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമകനെ, ദൈവമകളെ, മറ്റുള്ളവരോട് ക്ഷമിക്കുവാൻ സാധിക്കേണ്ടതിന് യേശുവേ നിൻ്റെ ആത്മാവിനാൽ എന്നെ നിറയ്ക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് നമുക്ക് നിത്യജീവൻ അവകാശികളായി തീരാം. അതിന് കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ വിരമിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, നല്ല വചനത്തിനായി ഇങ്ങനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന ഏതെങ്കിലും പ്രിയപ്പെട്ടവർ മറ്റുള്ളവരോട് ക്ഷമിക്കുവാൻ കഴിയാതെ പ്രയാസപ്പെടുന്നുവെങ്കിൽ എല്ലാവരോടും ക്ഷമിക്കുവാൻ ശക്തി തരുന്ന അങ്ങയുടെ ആത്മാവിനാൽ അവരെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. രോഗത്താൽ ഭാരപ്പെടുന്നവർക്ക് രോഗസൗഖ്യം കൊടുക്കണമേ, സമാധാനമില്ലാത്തവർക്ക് സമാധാനം കൊടുക്കണമേ. പ്രാർത്ഥന കേട്ട അങ്ങയുടെ സ്നേഹത്തിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.